എന്തൊരു വിഷയത്തിന്റെയും പേര് അതിന്റെ ബറക്കത്തിന്റെ മേൽ സൂചിപ്പിക്കും. മനുഷ്യൻ്റെത് മാത്രമല്ല, അത് ഏത് സാധനവും. വണ്ടിയുടെ പേരാണെങ്കിലും വീട്ടിലുള്ള വളർത്തുമൃഗങ്ങളുടെ പേരാണെങ്കിൽ പോലും പേര് ബറക്കത്തിന്റെ സൂചനയാണ്. അതുകൊണ്ട് ബറക്കത്തുള്ള പേരായിരിക്കണം. ബറക്കത്തുള്ള പേര് എന്ന് പറയുമ്പോൾ എന്ത് പേരാണ് എന്നതിനേക്കാൾ പ്രധാനമുണ്ട് ആരുടെ പേരാണ് എന്നുള്ളതിന്. എന്താ പേര് എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആരുടെ പേരാണ്. മുത്തുനബിയുടെ പേരാണ്, മുയ്യദ്ദീൻ ഷേഖിന്റെ പേരാണ്, ബദരീങ്ങളുടെ പേരാണ്, റിഫായി ഷേഖിന്റെ പേരാണ്, സ്വഹാബത്തിന്റെ പേരാണ്, സാലിഹീങ്ങളുടെ പേരാണ്, അമ്പിയാക്കളുടെ പേരാണ്. ഇങ്ങനെ എന്ത് പേര് എന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് ആരുടെ പേരാണ്. ഉമർ ഖത്താബിന്റെ പേര് എന്ന് കരുതിയിട്ട് ഉമർ നിട്ടാൽ ഉമർ ഖത്താബിന്റെ മാതിരി ഉണ്ടാവും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാണെന്ന് കരുതി അബൂബക്കർ നിട്ടാൽ ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ഏറ്റവും ചുരുക്കി കൂട്ടിയാല്. ജനറൽ സെക്രട്ടറി ആയില്ലെന്ന് വെച്ചാൽ തന്നെ ജോയിന്റ് സെക്രട്ടറി എന്തായാലും അങ്ങനെയാണ്. അപ്പൊ അത് അങ്ങനെയാണ്. അപ്പൊ പേര് ബറക്കത്തിന്റെ മേൽ അറിയിക്കും. അപ്പൊ രണ്ടാമത്തെ കാര്യം ഇനി ഉണ്ടാവാണ്ടാവുമല്ലോ, ആയിരെങ്കിലും നോക്കുക. ഇട്ടത് ഏതായാലും അങ്ങനെ കഴിഞ്ഞു, ഈ ബറക്കത്തിൽ ദ്വാരക്കാനേ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം. മക്കളിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ദീനും പഠിപ്പിക്കണം. അതായത് ഇങ്ങനെയാണ് അത് പറയാം, മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ ഇൽമ പഠിപ്പിക്കണം. അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മുസ്ലിം ആകണം, രണ്ട് ജീവിക്കണം. മുസ്ലിമൊക്കെ ആവും, ജീവിക്കാൻ പറ്റൂല, അതും പറ്റൂല. ജീവിക്കാനൊക്കെ പറ്റും, മുസ്ലിം ആവാൻ പറ്റൂല, അതും പറ്റൂല. മുസ്ലിമായി ജീവിക്കാൻ കഴിയുന്നത്, ഇതിനാണ് ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കുക എന്ന് പറഞ്ഞത്. അതിന് പുതിയ കാലത്ത് നമ്മൾ പറയുന്ന ഒരു പേരാണ് സമന്വയ വിദ്യാഭ്യാസം എന്നത്. ദീനും ദുന്യാവും സമന്വയിപ്പിച്ച് പഠിപ്പിക്കുക. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞു ദ്വാരക്കുക. ഉമ്മാന്റെയും ബാപ്പാന്റെയും അത്ര മക്കൾക്ക് ഉപകാരമുള്ള വേറൊരു ദുആയും ലോകത്തില്ല. ലോകത്തെല്ലാ പ്രധാനികളെ പരിശോധിച്ച് നോക്കിയാലും ഉമ്മാന്റെയും ബാപ്പാന്റെയും ദുആണ് അതിന്റെ പിന്നിലുണ്ടാവുക. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നമ്മൾ തമ്മ് തെറ്റിയാൽ ബുഖാരിയിലുണ്ടോന്നാ ചോദിക്കുക. എന്തേലൊക്കെ വർത്താനം പറഞ്ഞ് തമ്മ് തെറ്റിയാൽ 4 വർത്താനം പറഞ്ഞ 5ാമത് ചോദിക്കും സഹീഹുൽ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കും. എന്താ ഇമാം ബുഖാരി? ഉമ്മാന്റെ ദുആ. ഇമാം ബുഖാരിക്ക് ഉമ്മാന്റെ ദുആണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ കണ്ണ് കാണാത്ത മനുഷ്യനാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ കണ്ണ് കാണൂല. ബുഖാരി ഇമാമിന്റെ ഉമ്മ ദുആ ചെയ്തതാണ്, പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് കണ്ണിന് കാഴ്ച കൊടുക്കണേ അല്ലാ. അങ്ങനെ ഒരിക്കൽ ഉമ്മ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഉറക്കത്തിൽ കണ്ടു കിനാവിൽ. അപ്പൊ ഇബ്രാഹിം നബിനോട് സങ്കടം പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് കാഴ്ച. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു നാളെ നേരം വെളുക്കുമ്പോഴത്തിനുണ്ടാവും എന്ന് പറഞ്ഞു. പിറ്റേന്ന് നേരം വെളുത്തപ്പോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് കാഴ്ചയുണ്ട്. 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇൽമ പഠിച്ചിട്ടുണ്ട് എന്നാണ് താരീഖിലുള്ളത്. ഉമ്മാന്റെ മാപ്പാന്റെ ദുആണത്. അതുകൊണ്ട് എല്ലാ ബറക്കത്തുള്ള മനുഷ്യന്മാരും പരിശോധിച്ച് നോക്കി ഉമ്മയും ബാപ്പയും മനസ്സറിഞ്ഞു ദ്വാരന്നിട്ടുണ്ടാവും. 5ാമത്തെ കാര്യം ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കഴിക്കാൻ കൊടുത്താലേ ബറക്കത്ത് ഉണ്ടാവുള്ളൂ. തിന്നണേനനുസരിച്ചാണ് ബറക്കത്ത്. ബറക്കത്തില്ലാത്ത മുതൽ തിന്നാല് ബറക്കത്തില്ലാതെയാവും. ബറക്കത്തുള്ള മുതൽ തിന്നാൽ അത് ബറക്കത്തുള്ള കുട്ടികളാവും. എന്താ ബറക്കത്തുള്ള മുതലും ബറക്കത്തില്ലാത്ത മുതലും? 1000 റുപ്യക്ക് പണിയെടുത്തിട്ട് 1500 റുപ്യക്ക് വാശി പിടിച്ചിട്ട് പണ്ടാറടക്കാന്ന് പറഞ്ഞാൽ കിട്ടിയതാണെങ്കിൽ ബറക്കത്തുണ്ടാവില്ല. 1000 റുപ്യക്ക് പണിയെടുത്തിട്ട് 998 റുപ്യ മതിന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടു കൂടെ കൊടുത്തതാണെങ്കിൽ ബറക്കത്തുണ്ടായിരിക്കും. ബറക്കത്തുണ്ടാവാൻ വാങ്ങുന്നവന്റെ മനസ്സല്ല, കൊടുക്കുന്നവന്റെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് കൂലിയേക്കാൾ, സക്കാത്തിനേക്കാൾ, സ്വതക്കയേക്കാൾ, ഹിബത്തിനേക്കാൾ ഹദിയക്ക് പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞത്. എന്തേ? ഹദിയ ബഹുമാനാർത്ഥം മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ട് കൊടുക്കുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിലാണ് ബറക്കത്ത് കൂടുതലുണ്ടാകുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരുമാനമായിരുന്നു ഹദിയ എന്ന് പറയുന്നത്. നബി തങ്ങൾക്ക് എന്താ ജോലി? സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തിന് പോയി, ഖദീജ ബീവിന്റെ കച്ചവടത്തിന് പോയി എന്നൊക്കെ പറഞ്ഞത് 25ാമത്തെ വയസ്സിലാണ്. അത് വളരെ മുമ്പാണ്. ആടിനെ നോക്കാൻ പോയത് അതിൻ്റെ മുന്നേയാണ്. നബി തങ്ങൾക്ക് എന്താ ജോലി? സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരുമാനം ഹദിയയായിരുന്നു. അതുകൊണ്ട് ഏറ്റവും ബറക്കത്തുള്ളത് അതായി. എന്താ കാരണം? കൊടുക്കുന്നവൻ മനസ്സറിഞ്ഞാണ് കൊടുക്കുന്നത് എന്നതാണ് ഹദിയയുടെ പ്രത്യേകത. അതുകൊണ്ട് വാങ്ങണവന്റെ പ്രത്യേകത അല്ല ബറക്കത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തിന്നാൻ കൊടുക്കണ മുതല്
ഹലാലുമായിരിക്കണം, ത്വയ്യിബുമായിരിക്കണം. അത് ബറക്കത്തിന്റെ അടിസ്ഥാനമാണ്. നമ്മൾ കഴിക്കുന്നതും അങ്ങനെയായിരിക്കണം. ഹലാലായാൽ പോരാ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ത്വയ്യിബായിരിക്കണം. അപ്പോഴാണ് ബറക്കത്ത് ഉണ്ടാകുക. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞത് റജബ് ബറക്കത്തിന്റെ മാസമാണ്. മക്കളിലെ ബറക്കത്ത്, കുടുംബത്തിലെ ബറക്കത്ത്, കുടുംബജീവിതത്തിലെ ബറക്കത്ത്. കുടുംബജീവിതത്തിലെ ബറക്കത്ത് എന്ന് പറഞ്ഞത് മക്കൾ തന്നെയാണ്. അല്ലാത്തവരെ കൊണ്ട് അള്ളാഹു വേറെ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതവർക്ക് നേടിയെടുക്കാൻ കഴിയണമെന്ന് മാത്രം പൊതുവെ പറയുമ്പോൾ കുടുംബജീവിതത്തിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞത് മക്കൾ തന്നെയാണ്. ആയുസ്സിലെ ബറക്കത്ത് എന്ന് പറഞ്ഞത് ഉള്ള ആയുസ് കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയലാണ്. സമയത്തിലെ ബറക്കത്ത് ചില ആൾക്കാർക്ക് ഉണ്ടാവും. സമയത്തിൽ ബറക്കത്ത് ഉണ്ടോ ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും നല്ല അടയാളം ഇപ്പൊ എല്ലാവരും കയ്യമ്മക്ക് നോക്കിയാൽ കാണും. കഴിഞ്ഞ വെള്ളിയാഴ്ച നഖം മുറിച്ചിട്ടുണ്ടോ നോക്കിയാൽ മതി. കഴിഞ്ഞ വെള്ളിയാഴ്ച നഖം മുറിച്ചിട്ടില്ലെങ്കിൽ സമയത്തിൽ ബറക്കത്തില്ല. കാരണം നഖം മുറിക്കാൻ നേരം കിട്ടിയില്ല. ഓൻ ആവശ്യമുള്ള ഒരു കാര്യത്തിനും നേരം കിട്ടൂല. എല്ലാവർക്കും 24 മണിക്കൂറിനേ ഉള്ളൂ. അല്ലാതെ ചില ആൾക്കാർക്ക് 25 മണിക്കൂറൊന്നുമില്ല. മുറിച്ചോനും 24 മണിക്കൂർ തന്നെയാണ്, മുറിക്കാത്തവനും 24 മണിക്കൂർ തന്നെയാണ്. സമയത്തിൽ ബറക്കത്തില്ലാത്തവൻ കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല, അതിന്റെ മേലത്തെ വെള്ളിയാഴ്ച മുറിച്ചിട്ടുണ്ടാവില്ല. ഭദ്രകായുടെ നേരത്തുമുഖം നോക്കിയമാരുണ്ടാവും. നേരത്തുമുഖം നോക്കിയാല് അതിന്റെ സംഗതി. അപ്പൊ സമയത്തിലെ ബറക്കത്തുണ്ടോ എന്നുള്ളത് കയ്യമ്മക്കും കാലുമൊക്കും നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് എല്ലാ വിഷയത്തിനും ബറക്കത്തിന് വേണ്ടി, ബറക്കത്തുള്ള പ്രസ്ഥാനമാണ് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ എന്ന് പറയും. നമ്മൾ സമസ്തന്റെ 100ാം വാർഷികം നടക്കുകയാണല്ലോ. ബറക്കത്തുള്ള പ്രസ്ഥാനം. എന്താ ബറക്കത്ത്? നമ്മൾ ആദ്യമേ പറഞ്ഞു, ഒരു നാടിന്റെ ബറക്കത്ത് നാട്ടുകാരുടെ ബറക്കത്താണ്. ഒരു വീടിന്റെ ബറക്കത്ത് വീട്ടുകാരുടെ ബറക്കത്താണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബറക്കത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയ മഹത്തുക്കളായ സയ്യിദന്മാർ, ആരിഫീങ്ങൾ, ഔലിയാക്കൾ, ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ, അവരുടെ ബറക്കത്താണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പാന്റെ ബറക്കത്താണ് സമസ്തയുടെ ബറക്കത്ത്. ശംസുൽ ഉലമായി റഹിമഹുല്ലയുടെ ബറക്കത്താണ് സമസ്തയുടെ ബറക്കത്ത്. അതുകൊണ്ട് ബറക്കത്തുള്ള പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. നമ്മളും അതിൻ്റെ ഒപ്പം നിൽക്കണം, നമ്മളെ മക്കളെ അതിൻ്റെ ഒപ്പം നിർത്തണം. ചെറിയ കുട്ടികളെ SBയുടെ ഭാഗമാക്കണം, മുതിർന്ന കുട്ടികളെ SKSFന്റെ ഭാഗമാക്കണം. നമ്മൾ SYSന്റെയും മറ്റ് പോഷക സംഘടനകളുടെയും ഭാഗമായി നിൽക്കണം. 100ാം വാർഷികത്തിന് പറ്റുമെങ്കിൽ നമ്മളെല്ലാവരും എങ്ങനെങ്കിലും പോകണം. കാരണം ഇതേമാതിരത്തെ ഒരു പരിപാടി ഇനി 200ാം വാർഷികമാണ്. അന്ന് നമ്മളെന്തായാലും ഹയാത്തിലുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ഒരു സാധ്യതയും കാണാനില്ല. അപ്പൊ അതുകൊണ്ട് 100ാം വാർഷികം പോലത്തെ ഇനിയൊരു പരിപാടി 200ാം വാർഷികമല്ല ഉണ്ടാകുക. അന്ന് നമ്മളെ ഏതായാലും ഹയാത്തിലുണ്ടാവില്ല. ഇപ്പോഴുള്ള ആരും അന്ന് ഹയാത്തിലുണ്ടാവാൻ അപൂർവ സാധ്യത മാത്രമേ ഉള്ളൂ. ഭൂരിഭാഗവും സാധ്യതയില്ല. അതുകൊണ്ട് ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ ആ പൊതുസമ്മേളനത്തിലെങ്കിലും പോയിട്ട്, ആ ദുആയിലെങ്കിലും കൂടിയിട്ട്, ആ ലക്ഷക്കണക്കിന് ആളുകളുടെ മഗ്‌രിബ് ജമാഅത്തിലെങ്കിലും ഒന്ന് പങ്കെടുത്തിട്ട് അപ്പം തന്നെ പോന്നാലും കുഴപ്പമില്ല. എന്തായാലും സമസ്തന്റെ സമ്മേളനത്തിന് എല്ലാവരും പോകണം. അതിൻ്റെ പ്രചരണം നടത്തണം, പ്രചാരകരാവണം, അതിനുവേണ്ടി പ്രഭാഷണം നടത്തണം, ബോർഡുകൾ വെക്കണം. അതിൻ്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളൊക്കെ ഹൈറിൻ്റെ അഹ്ലുകാരിൽ ചേർക്കട്ടെ. നമ്മളെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഗുരുനാഥന്മാർ എല്ലാവർക്കും അല്ലാഹു ഹൈറും ബറക്കത്തും റാഹത്തും സിഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ.